കുനൂർ ILM പഠിക്കുന്നു. നല്ലൊരു മോനാണ്. പിന്നെ നിഷ്കളങ്കനായൊരു മോന്. പഠിപ്പിലാണെങ്കിലും വേണ്ടാത്തൊരു ചീത്ത സ്വഭാവങ്ങളും ഇല്ലാത്തൊരു കുട്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ 4 ആൺകുട്ടികളാണ്, അതിൽ മൂത്തവനാണ്. ഇവന് 16 വയസ്സായി. ചെറിയ കുട്ടികളാണ് ബാക്കിയുള്ളതൊക്കെ. 5 വയസ്സ്, 4 വയസ്സ്, 2 വയസ്സുള്ള കുട്ടികളാണ് ബാക്കി താഴെയുള്ളത്. ഇവർ ഒരുപാട് വർഷം ഗൾഫിലായിരുന്നു. അവിടുന്ന് വന്ന് പിന്നെ വീടിൻ്റെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കാൻ അവർക്ക് സാമ്പത്തിക ശേഷി കൊണ്ട് നടന്നില്ല. എന്നാലും അയാൾ നല്ലോണം അധ്വാനിച്ച് അവരെ ഉപ്പ കുട്ടികളെ നല്ലോണം നല്ല കോളേജ്, നല്ല സ്കൂളിലൊക്കെ കൊണ്ട് വട്ടോളി MJ സ്കൂളിലാണ് ചേർത്തിയത്. മോനൊരു ഭാവി ഉണ്ടായാൽ തന്നെ അവർക്ക് രക്ഷപ്പെടാളോ എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് അവന് MJ സ്കൂളിൽ കൊണ്ട് ചേർത്തിയത്. പഠിക്കുകയും ചെയ്യും, നല്ല സ്വഭാവം. എൻ്റെ ഫോൺ കേട് വന്നാലൊക്കെ നന്നാക്കുന്ന അവനാണ്. ഏത് സമയം രാത്രി 12-1 മണി ആയാലും അവന് എവിടെയും പോയി തിരിച്ച് വരികയാണെങ്കിൽ വന്നിട്ട് അവന് നന്നാക്കി തരികയാണ്. ഞാൻ എൻ്റെ ഫോണ് കടയിൽ കൊടുക്കൽ തന്നെയല്ല. അപ്പോൾ ഓടി വന്ന് കണ്ട് ഇപ്പോൾ ഓളമ്മ എന്നെ കണ്ടപ്പോൾ, എൻ്റെ ഉമ്മ എന്നെ കണ്ടപ്പോഴും ചോദിച്ചതാ, ചേച്ചി നിങ്ങളെ ഫോണ് നന്നാക്കാൻ ഇനി ആരാ ഉള്ളതെന്ന് എന്നോട് ചോദിച്ച്. അപ്പം ഞാൻ പൊട്ടി തകർന്നു പോയി. കാരണം എന്ന് വെച്ചാൽ അത്ര പോലും ആ മോന് ഒരു ഒന്നുമില്ല, ലഹരിയോ അല്ലെങ്കിൽ കൂട്ടുകെട്ടോ, വേണ്ടാത്തൊരു കൂട്ടുകെട്ടോ ഒന്നുമില്ല. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു നല്ല കുട്ടികളാണ്. അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്. പിന്നെ അവരാണെങ്കിൽ ഉപ്പയാണെങ്കിൽ പുറത്തേക്കൊന്നും വിടൂല. കാരണം എന്താണെന്നറിയോ, കുട്ടികൾ കേട് വന്നു പോകരുത് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ആ ഉപ്പയ്ക്ക്. അതാണ്, അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇതാണ് കാര്യം. ഈ കുട്ടിയോട് വളരെ സ്നേഹമാണ്. കൊച്ചു കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10-15 വയസ്സായ കുട്ടികളെ ആ മെമ്മറി എന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മളും പഠിച്ചു വന്നവരാണ്. പക്ഷെ നമുക്കൊന്നും ഒരു ഉറുമ്പിനെ പോലും കൊല്ലാനുള്ള ഒരു മനസ്സോ നമുക്കില്ലായിരുന്നു. നമുക്ക് അങ്ങനെയുള്ള യാതൊരു അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേറെ രീതിയിൽ. എന്നാലും ആരെയും കൊല്ലണമെന്നോ അല്ലെങ്കിൽ അവന്റെ കാലോ കൈയോ ഒക്കെ അടിച്ചൊടിക്കണമെന്നോ അങ്ങനെയുള്ള തോന്നിയാൽ പോലും അത് വെളി പറയാൻ പോലും പേടിയായിരുന്നു. അന്നത്തെ ഗുരുനാഥന്മാരെ നമുക്ക് ഭയമായിരുന്നു. പിന്നെ മുതിർന്ന കുട്ടികളെ, അവരെ നമുക്ക് ഭയമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു അച്ചടക്കം ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ വളർന്നു വന്നത്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഒരു 35-40 വയസ്സ് പ്രായമുള്ള കൊള്ളസംഘത്തിലെ ആൾക്കാർ പോലും ഇങ്ങനെ സംസാരിക്കില്ല. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. അവരെയൊക്കെ വോയിസുകൾ കേട്ടില്ലേ? കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. അവന്റെ ഒരു കണ്ണ് നോക്ക്, അതെല്ലാം ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കൊള്ളസംഘത്തിലെ ആൾക്കാർ ഒരു കാര്യങ്ങൾക്ക് പദ്ധതികൾ തയ്യാറാക്കാറുണ്ട്. അതുപോലെ അവന്മാര് പദ്ധതികൾ തയ്യാറാക്കിയ കാര്യങ്ങളും ഇതിൽ കൂടി പറയുന്നുണ്ട്. അത് 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 എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂട്ടം ചേർന്ന് ചെയ്തു കഴിഞ്ഞാൽ കേസുണ്ടാവുകയില്ല. കേസ് വെറുതെ വിടും. ആരാണ് ചെയ്തതെന്ന് അവർക്ക് പിടിയുണ്ടാവില്ല. അതുകൊണ്ട് കൂട്ടം ചേർന്ന് കൂട്ടം ചേർന്ന് കൊന്നുകളയാം. അങ്ങനെയൊക്കെയുള്ള ഒരു പദ്ധതികൾ അവരെ തയ്യാറാക്കി. എന്നിട്ട് കൊല്ലുക തന്നെയാണ് അവന്മാർ ചെയ്തത് എന്ന് പറഞ്ഞതിന്റെ കാര്യം, ഈ സഹബാസിന്റെ വീട്ടിൽ പെയിന്റ് അടി നടക്കുകയായിരുന്നു. അങ്ങനെ ജോലിക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ സഹബാസിന്റെ ബാപ്പ ഈ ജോലിക്കാർക്ക് ആഹാരം മേടിക്കാൻ വേണ്ടി പൈസ കൊടുത്ത് മകന്റെ കയ്യിൽ വിട്ടു. അപ്പം മകന് ഒരു കൂട്ടുകാരൻ വന്ന് അവന്റെ ബൈക്കിനകത്ത് കയറ്റി അവനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. കൊണ്ടുപോയി അവന്റെ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിന്റെ അടുത്ത് ആ ട്യൂട്ടോറിക്ക് അകത്ത് കൊണ്ടുപോയി. അപ്പൊ ഈ മറ്റുള്ള പിള്ളേർ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഒരു പ്രശ്നം ഇവരെ സ്കൂളിൽ ഉണ്ടായിരുന്നു. അതിലൊരു അടിയും പിടിയൊക്കെ അവർ നടന്നിരുന്നു. അന്ന് അതിൽ നിന്നും അവര് ക്ലാസ് ടീച്ചർമാര് അവിടെ വെച്ച് ആ പ്രശ്നം ഒതുക്കി തീർത്തതാണ്. അതിന്റെ വൈരാഗ്യമാണ് കൊണ്ടുപോയി. അപ്പൊ ഈ കരോട്ടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന നഞ്ചക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുകൊണ്ടാണ് ഇടിച്ച് ഈ ചെറുക്കനെ അവശനാക്കുന്നത്. നല്ലതുപോലെ ഇടിച്ചു. കണ്ണിനും ആ തലയ്ക്ക് അവന്റെ ശരീരത്തും അവന് വേണ്ടത്. അവനെ കൊല്ലാൻ വേണ്ടി ഉമാര് കരുതി കൂടി ചെയ്ത പ്രവൃത്തിയാണ് ഈ കൊച്ചു ക്രിമിനലുകൾ. അപ്പോ എൻ്റെ മകനല്ല അത് ചെയ്തത്, മറ്റുള്ള പിള്ളേരാണ് എൻ്റെ മകനോടെ കൂട്ടിക്കൊണ്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പം വക്കീലന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മാതാപിതാക്കളെല്ലാം രംഗത്ത് വരും. ഒരു കാരണവശാലും ഈ ക്രിമിനലുകളെ യാതൊരു കാരണവശാലും വെളിയിൽ വിടരുത്. ഇനി വിട്ടുകഴിഞ്ഞാൽ യുവമാർ ഈ പശ്ചാത്തലമല്ല. കാരണം അവൻ്റെയൊക്കെ സംസാരം തന്നെ നമ്മൾ കേട്ടില്ലേ? കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും.
നോക്ക് അവൻ ചത്തിരിക്കും, അവനെ കൊല്ലും ഞങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താണ് ഒരു വല്ലാത്ത ദയനീയാവസ്ഥ തന്നെയാണ്. കാരണം ഇത് കേൾക്കാൻ പോലുള്ള ശക്തി നമുക്കിപ്പോ ഇല്ല. കാരണം ദിനം പ്രതി 2025 തുടങ്ങിയതിന് ശേഷം ദിനം പ്രതി ഒരു ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ട് തന്നെയാണ് ഉണരുന്നത്. എന്തോ വലുത് വരാനിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതിന്റെ ചെറിയ സാമ്പിളുകളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ സാമ്പിളുകളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ ക്രിമിനലുകളെ യാതൊരു കാരണവശാലും വെളിവിടരുത്. പിന്നെ യുവമാർക്ക് മദ്യവും അതുപോലെ കഞ്ചാവൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. എന്തായിരുന്നാലും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അറിയുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഭക്ഷണോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കലാപരിപാടികളോ ഒന്നും അന്നത്തെ കാലഘട്ടങ്ങളിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമല്ല. ഇപ്പോഴെന്തോ എല്ലാം ഈ പുതിയ തലമുറയിൽ എന്തൊക്കെയോ ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാടും ഈ മൊബൈല് അതുപോലെ ഈ മയക്കുമരുന്നുകൾ ഇതെല്ലാം ഒരുപാട് കുഴപ്പങ്ങൾ ചെയ്യുന്നത്. കഞ്ചാവ് എന്ന് പറയണ്ട, ഇതെല്ലാം എത്തിക്കുന്നത് ഈ സ്കൂളുകളിൽ തന്നെ. കഞ്ചാവ് ഇന്നലെയോ മെനങ്ങാന്നോ കണ്ട ഒരുത്തനെ പിടിച്ചായിരുന്നു, സ്കൂളിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നവർ തന്നെ. അപ്പൊ ഇവനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതേ സ്പോട്ടിൽ തന്നെ തല വെട്ടുക, അവിടെ ജനങ്ങളെ മധ്യത്തിൽ കൊണ്ട് നിർത്തി അവനെ സൗദി അറേബ്യയിൽ പോലെ തല വെട്ടുക. പിന്നെ ഒരുത്തനും ഒരു കാലത്തും യാതൊരു പ്രവർത്തനം ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു മാതൃകയാക്കുകയാണെങ്കിൽ ഈ ലോകം നന്നാവും. അല്ലാതെ അവനെ പിടിച്ച് 10 ദിവസം കൊണ്ടുവന്ന് ജയിലിലാക്കി അവന് നല്ലതുപോലെ ആഹാരവും കൊടുത്ത് അവനെ വെളി വിടുമ്പോൾ ഇത് തന്നെ മറ്റുള്ള കച്ചവടക്കാരും കാണുന്നത്. കൊണ്ടുപോയിരുന്നാൽ ഇതുപോലെ നമുക്ക് അപ്പോൾ ഇത് വ്യാപിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കൊലകളും നടന്നുകൊണ്ടേയിരിക്കും. നമുക്കും മക്കളുണ്ട്, നിങ്ങൾക്കും മക്കളുണ്ട്, ഇനി പിറക്കാനും മക്കൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാതിരിക്കുവാൻ നമ്മുടെ സർക്കാർ ഈ മയക്കുമരുന്നുകൾ അത് നിശേഷം ഇല്ലാതാക്കുക. നിശേഷം മദ്യങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ സർക്കാർ ഒരു മദ്യ ഷാപ്പുകൾ തുടർന്നുകൊണ്ട് ഓപ്പൺ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുടിയന്മാര് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തായിരുന്നാലും ഈ നാട് ഒരിക്കലും രക്ഷപ്പെടുന്നതായി നാം കാണുന്നില്ല. കാരണം ഇതെല്ലാം ഒരു വല്ലാത്ത ലെവലിൽ കൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ അക്രമപരമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഈ കൊച്ചുകുട്ടികൾ ഇങ്ങനെയെല്ലാം സംസാരിക്കും എന്നുള്ളതിന്റെ പിന്നിൽ ഇനി ഈ ചെറുക്കനെ കരുതിക്കൂട്ടി കൊല്ലാനാണോ നിശ്ചയിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇനി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്തായിരുന്നാലും ശരി തന്നെ ഒരു വല്ലാത്ത ദുഃഖത്തിൽ കൂടി തന്നെയാണ് നമ്മുടെ ഈ രാജ്യം, ഈ നാട് കടന്നു പോകുന്നത്. എന്തായാലും ആ ആ ആ പയ്യനോട് നിങ്ങൾ ഇത്രയും ഇങ്ങനെ ചെയ്തതിൽ അതിയായ ദുഃഖം ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയില്ല. കാരണം ഒരിക്കലും നിങ്ങൾ കുട്ടികളാണോ എന്ന് പോലും നിങ്ങൾ കുട്ടികളാണോ അതോ വേറെ എന്തെങ്കിലും പിശാചുക്കളാണോ എന്ന് പോലും നമ്മൾ സംശയിക്കുകയാണ്. എന്തായിരുന്നാലും ശരി തന്നെ ഇവന്മാർക്ക് ഈ കൊച്ചു ക്രിമിനലുകളെ യാതൊരു കാരണവശാലും വെളിവിടരുത്. വിട്ടുകഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ക്രിമിനലുകളായ യൗമാർ വെളിയിലേക്ക് വരും. കാരണം യൗമാർക്ക് അർഹമായ ശിക്ഷ യൗമാർക്ക് കൊടുക്കണം, ഈ കുട്ടികൾക്ക് കൊടുക്കണം. എങ്കിലേ മറ്റുള്ള കുട്ടികൾ ഇത് കണ്ട് പഠിക്കുകയുള്ളൂ. എന്തായിരുന്നാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.